Hi friends, welcome to the video. Now, in this video, we will talk about 25K, 25,000 രൂപയ്ക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് PC ബിൽഡ് ചെയ്യാൻ ഉള്ളതിന്റെ പാർട്സും ബാക്കി കാര്യങ്ങളുമാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ എന്നുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ആണ് നമുക്ക് അതിലൊരു പ്രശ്നം വരുന്നത്. ഗെയിമിംഗ് PCയുടെ ആ ഒരു പ്രൊഡക്ട്സിന് ആ ഒരു പാർട്സിനൊക്കെ ഭയങ്കര അധികം പൈസയാണ് നമ്മുടെ നിന്ന് വാങ്ങുന്നത്. നമ്മുടെ നിന്ന് വാങ്ങുന്നതല്ല അതിനത്രക്കല്ല അത്രയധികം പൈസ ഉണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരു 25,000 രൂപയ്ക്കാണ് നമ്മൾ PC സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും നമ്മുടെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഒരു PC ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ചധികം സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ആദ്യത്തെ നമ്മുടെ മെയിൻ സാധനം CPU-ൻ്റെ ബ്രെയിനാണ്, നമ്മുടെ പ്രൊസസ്സർ ആവശ്യമുണ്ട്, മദർ ബോർഡ്, ഒരു കോൺക്രീറ്റ് ബേസ് നമുക്ക് ആവശ്യമുണ്ട്, അതാണ് മദർ ബോർഡ് ആവശ്യമുണ്ട്, റാം ആവശ്യമുണ്ട്, ഹാർഡ് ഡിസ്ക് ആവശ്യമുണ്ട്, SMBS ആവശ്യമുണ്ട്, ക്യാബിനറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അതൊരു ഗെയിമിങ്ങിൻ്റെ PC ആണ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും ഗെയിമിങ്ങിൻ്റെയാണ്. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ സാധാരണ ഒരു PC ബിൽഡ് ചെയ്യുന്ന പാർട്സിൽ നിന്നും ഗെയിമിങ്ങിൻ്റെ സാധനത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയധികം പൈസ അതിൽ കൂടുതൽ കാണാൻ പറ്റും. നല്ല ക്യാഷ് കൂടുതലാണ് നമ്മുടെ ഗെയിമിങ്ങിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 25,000 രൂപയ്ക്ക് അകത്ത് ആവുന്ന ഒരു PC ആണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പറയാം, ഇതിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് വെക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. നിങ്ങളൊരു ബഡ്ജറ്റായിട്ടുള്ള ഒരു PC ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു PC പാർട്സ് ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ വാങ്ങേണ്ടത്. അപ്പം അതിനെനിക്ക് മറുപടി പറയാനുള്ളതെന്ന് പറയുമ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എവിടെ നിന്ന് വാങ്ങണമെന്നുള്ളത്. ഓഫ്ലൈനായിട്ടുള്ള കടക്കാർ, PC ബിൽഡ് ചെയ്യുന്ന കടക്കാർ പറയും ആമസോണിൽ നിന്ന് വാങ്ങരുത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങരുത്, കല്ല് വരും മണ്ണ് വരുമെന്ന്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കല്ല് മണ്ണ് വന്നോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് വെളിയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പ്രൈസ് കമ്പാരിസൺ ചെക്ക് ചെയ്യണം, വെളിയിലും ഓൺലൈനിലുമായിട്ട്. നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം, തീർച്ചയായിട്ടും വാങ്ങാം. അപ്പം PC ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റിയ 2 സൈറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ ആമസോണ്, രണ്ടാമത് നമ്മുടെ mdcomputers.in എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഗ്രാഫിക്സ് കാർഡ് 14,000 രൂപയുടെ ഗ്രാഫിക്സ് കാർഡ് അവിടെ നിന്നാണ് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ ട്രസ്റ്റബിൾ സൈറ്റാണ്. ഈ പറയുന്ന പോലെ കല്ലും മണ്ണും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു PCയുടെ പാർട്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഗെയിമിംഗ് പാർട്സാണ്. അപ്പം അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. അപ്പം നിങ്ങൾക്ക് ഇതിൽ കുറേ അധികം കോംപ്രമൈസുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ CPU, അതായത് നമ്മുടെ മെയിൻ പ്രൊസസ്സർ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം ഒരു ബഡ്ജറ്റ് ബിൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊസസ്സർ നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുമ്പം AMD Ryzen 3 3200G എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വരുന്നൊരു പ്രത്യേകത എന്ന് പറയുമ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് അപ്പോൾ നമ്മൾ ഈ റൈസൺ ചൂസ് ചെയ്യാനായിട്ട് കാര്യമുണ്ട്, AMD ചൂസ് ചെയ്യാൻ കാരണമുണ്ട്. എന്തുകൊണ്ട് ഇൻ്റലിലോട്ട് പോയില്ല എന്ന് പറയുമ്പം ഇൻ്റൽ കുറച്ച് എക്സ്പെൻസീവാണ്. ഇൻ്റലിലെ പ്രൊസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ വില കൂടുതലാണ്. പക്ഷേ നമ്മുടെ AMDയുടെ ആകുമ്പം കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് നല്ല പ്രൊസസ്സേഴ്സ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ AMDയിലോട്ട് പോയത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊസസ്സർ AMD Ryzen 3 3200G എന്ന് പറഞ്ഞൊരു മോഡലാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വരുന്ന പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ്, അതായത് ഇൻബിൽറ്റ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഗ്രാഫിക്സ് കാർഡ് വെക്കാതെ തന്നെ അത്യാവശ്യം ഗെയിമുകളെല്ലാം നന്നായിട്ട് കളിക്കാൻ പറ്റും, GTA 5 ഒക്കെ കളിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുമ്പം MD കമ്പ്യൂട്ടേഴ്സിൽ 8,499 രൂപയാണ് വരുന്നത്. MD കമ്പ്യൂട്ടേഴ്സിൽ ഓൺലൈനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തും കൂടെ അന്വേഷിച്ച് നോക്കുക, എന്നിട്ട് എവിടെയാണ് റേറ്റ് കുറവ് അത് വാങ്ങുക. എന്തായാലും ഓൺലൈനിലായിരിക്കും റേറ്റ് കുറവ്, വെളിയിൽ കുറവ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ 8,499 രൂപ, 8,500 രൂപയാണ് പ്രൊസസ്സറിന് മാത്രം. നമുക്ക് റൈസണിൻ്റെ AMD Ryzen 3 3200 എന്ന് പറയുന്ന ഒരു മോഡലാണ്. രണ്ടാമത് നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ നമ്മുടെ മെയിൻ ഭാഗം കഴിഞ്ഞു. നമ്മുടെ പ്രൊസസ്സർ, നമ്മുടെ CPU-ൻ്റെ ബ്രെയിനാണ് പ്രൊസസ്സർ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് റാമാണ്. റാം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഓവറായിട്ട് നമ്മളിവിടെ വെക്കുന്ന ഒരു ഗെയിമിങ്ങിൻ്റെ റാം തന്നെയാണ്.
നമ്മളിവിടെ എടുത്തിരിക്കുന്ന അഡാറ്റ XPG ഗെയിമിംഗ് D38GB ഒരു റാമാണ് എടുത്തിരിക്കുന്നത്. DDR4 3000 mHz ആണ് എടുത്തിരിക്കുന്നത്. അപ്പം DDR4 തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക, എന്നാലേ കറക്റ്റായിട്ടുള്ള സ്പീഡ്. ലേറ്റസ്റ്റ് DDR4 ഇപ്പോഴത്തെ ഈ ഒരു പൈസയ്ക്ക് DDR4 ആണ് ബെറ്റർ. 3000 mHz ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. അപ്പോൾ 2800 രൂപയാണ് റാമിന് വരുന്നത്. അഡാറ്റ എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്ന XPG, ഞാൻ അവിടെ സൈഡിൽ കാണിച്ചേക്കാം, ഗെമിക്സ് D38GB ആണ്. അപ്പോൾ നമ്മൾ 16 GB റാമൊന്നും നമുക്ക് ഈ ഒരു PC ബിൽഡിൽ വെക്കാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം, ഒരെണ്ണം കൂടെ പൈസ കിട്ടുമ്പോൾ വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 2800 രൂപയാണ്. അതും MD കമ്പ്യൂട്ടേഴ്സിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ റാമിൻ്റെ ഇതനുസരിച്ചാണ് നമുക്ക് സ്പീഡ് കൂടും, നല്ല സ്പീഡായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം മൂന്നാമത്തെ പാർട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പാർട്ടാണ്, നമ്മുടെ കോൺക്രീറ്റ് ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബോർഡാണ്, മദർ ബോർഡാണ്. നമ്മൾ മദർ ബോർഡ് എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം MSIയുടെ A320 എന്ന് പറഞ്ഞ A320A Pro Max എന്ന് പറഞ്ഞ ഒരു മദർ ബോർഡാണ് എടുത്തിരിക്കുന്നത്. A320ൻ്റെ മദർ ബോർഡാണ്, Pro Max എന്നാണ് അതിൻ്റെ മോഡൽ നെയിം വരുന്നത്. മദർ ബോർഡിൻ്റെ MSIയുടെ ആണ്, എൻ്റെ ഇരിക്കുന്നത് MSIയുടെ ആണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിൻ്റെ പ്രൈസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പം 4690 രൂപയാണ് നമുക്ക് ഈ ഒരു മദർ ബോർഡിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മദർ ബോർഡാണ്. ഇതിൽ നമുക്ക് 2 റാം സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു 2 സ്റ്റിക്ക് കൂടുതൽ വാങ്ങിച്ചിട്ടാൽ നിങ്ങൾക്ക് ഭാവിയിൽ റാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് 4 റാം സ്ലോട്ടുള്ള മദർ ബോർഡ് എടുത്തിട്ടില്ല എന്ന് കാരണം ഇതൊരു ബഡ്ജറ്റ് ബിൽഡാണ്. അതിനകത്ത് നമുക്ക് ഈ ഒരു 2 റാം സ്ലോട്ടുള്ള മദർ ബോർഡേ എടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല നല്ലൊരു മദർ ബോർഡാണ് MSIയുടെ A320 എന്ന് പറഞ്ഞ മദർ ബോർഡ്. 25000 രൂപയ്ക്ക് താഴെയാണ് നമ്മൾ PC ബിൽഡ് ചെയ്യുന്നത്. അപ്പം മദർ ബോർഡായി, പ്രൊസസ്സറായി, നമ്മൾ റാമായി. ഇനി നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം SSD ആണ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. നമുക്കെല്ലാവർക്കും അറിയാം ഹാർഡ് ഡിസ്കിൻ്റെ കാലം കഴിഞ്ഞു. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു മോട്ടർ കറങ്ങിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എഫിഷ്യൻസി, റൈറ്റിങ്ങും റീഡിങ്ങും എല്ലാം കുറവായിരിക്കും. പക്ഷേ നമ്മൾ SSDയിലോട്ട് വരികയാണെങ്കിൽ അതിനകത്ത് ഒരു ചിപ്പാണ് വരുന്നത്. ചിപ്പിൽ നമുക്ക് നമ്മുടെ വിൻഡോസ് നിങ്ങളിപ്പോൾ GTA 5 കളിക്കുന്നുണ്ട്, GTA 5 എഡിറ്റ് ചെയ്യുന്നുണ്ട്, അഡോബ് പ്രീമിയർ പ്രോ, അതൊക്കെ നമ്മൾ ഈ ഒരു SSD എന്ന് പറഞ്ഞ ഡ്രൈവിനകത്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്പീഡ് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ SSDയുടെ കാലമാണ്, അതുകൊണ്ട് നമ്മളൊരു SSD കൂടെ ചൂസ് ചെയ്തിട്ടുണ്ട്. കിങ്സ്റ്റണിൻ്റെ A40 എന്ന് പറഞ്ഞാൽ 120 GB ഒരു SSD ആണ്. പക്ഷേ നമുക്ക് ഹാർഡ് ഡിസ്കിനെക്കാട്ടി പൈസ കൂടുതലാണ് SSD, അതുകൊണ്ടാണ് നമ്മൾ 120 GB ചൂസ് ചെയ്തിട്ടുള്ളൂ. പ്രൈസ് വരുന്നതെന്ന് പറയുമ്പം 1995 രൂപയാണ് MD കമ്പ്യൂട്ടേഴ്സിൽ കിടക്കുന്നത്. അപ്പം SSD നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് ഡിസ്ക്കും നമ്മൾ എടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോറേജാണ്, മെയിൻ സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്ക് നമ്മളിവിടെ നിങ്ങൾക്ക് 2 ചൂസ് ചെയ്യാം. അപ്പം ഞാൻ പറയുന്നതല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ സീഗേറ്റിൻ്റെ 1 TB ബാരക്കൂഡ എന്ന് പറഞ്ഞാൽ 7200 RPM വരുന്ന ഒരു ഹാർഡ് ഡിസ്ക്കാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്ന 1 TB ആണ്. സ്പേസ് 1 TB 1000 GB ആണ്. 3336 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് MD കമ്പ്യൂട്ടേഴ്സിൽ. സീഗേറ്റിൻ്റെ 1 TB ബാരക്കൂഡ 7200 RPM, അതാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ചൂസ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ PSU, അതായത് SMBS. നമ്മുടെ ഈ സാധനങ്ങൾക്കെല്ലാം, ഈ പ്രൊഡക്ട്സിനെല്ലാം പവർ കൊടുക്കുന്ന നമ്മുടെ PSU ആണ്. അപ്പം PSU നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 450 വാട്ട്സിൻ്റെ ഒരു PSU ആണ്. അപ്പോൾ ഇത്രയും ഗെയിമിംഗ് സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ 500 രൂപയുടെയൊക്കെ PSU വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ PSUവിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിനെയും ബാധിക്കും, പ്രൊസസ്സറിനെയും ബാധിക്കും, എല്ലാ പ്രൊഡക്ട്സിനെയും, എല്ലാ പാർട്സിനെയും ബാധിക്കും. അപ്പോഴത്തേക്കും നമ്മൾ PSUവിൻ്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നല്ലൊരു PSU നമ്മൾ വാങ്ങിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ആൻടെക്കിൻ്റെ ആറ്റം V450 എന്ന് പറഞ്ഞൊരു PSU ആണ്. 450 വാട്ട്സിൻ്റെ ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടറിന് വെക്കുന്ന ഒരു PSU ആണ്. അല്ലാതെ നിങ്ങൾ ചോദിക്കും 450 വാട്ട്സിന് സെബ്രോണിക്സിൻ്റെ 500 രൂപയ്ക്കില്ലേ, അത് സാധാരണ PCക്ക് വെക്കുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ ഗെയിമിംഗ് PCക്ക് വെക്കുന്നതാണ്, നല്ല പ്രൊട്ടക്ഷനാണ്. അപ്പോൾ 450 വാട്ടിൻ്റെ ഒരു PSU ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോൾ 1975 രൂപയാണ് PSUവിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, 1975. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സിനെല്ലാം നിങ്ങൾക്ക് വാറൻറ്റി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ എത്രത്തോളം വാറൻറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സാധനം എല്ലാം ബിൽഡ് ചെയ്തെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു തകര പെട്ടിക്കകത്തെടുത്ത് വെക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ക്യാബിനറ്റ് ആവശ്യമാണ്. അപ്പം ഇത്രയെല്ലാം ഗെയിമിങ്ങിൻ്റെ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ക്യാബിനറ്റിൽ മാത്രം ഒരു സാധാരണ ക്യാബിനറ്റ് അല്ല എടുക്കുന്നത്, നമ്മൾ അത്യാവശ്യം ഒരു ഗെയിമിംഗ് ക്യാബിനറ്റാണ് എടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുമ്പം ആൻടെക്കിൻ്റെ NX200 എന്ന് പറയുന്ന ക്യാബിനറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ RGB ലൈറ്റ് കാണാൻ പറ്റും, ബാക്കിലൊരു ഫാൻ കാണാൻ പറ്റും. ഇതൊരു ഗെയിമിംഗ് ക്യാബിനറ്റാണ്. ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് അല്ല, അക്രിലിക് ആണ്. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് അകത്തുള്ള
പാർട്സൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാബിനറ്റാണ്. അപ്പോൾ വലിയൊരു ക്യാബിനറ്റ് ഒന്നും ചൂസ് ചെയ്യാത്തതിന് കാരണം എന്ന് പറയുമ്പോൾ ഇതൊരു ബഡ്ജറ്റ് ബിൽഡാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു വലിയൊരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് പറഞ്ഞില്ലല്ലോ. ഗ്രാഫിക്സ് കാർഡ് പറയാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊസസ്സറിൽ അത്യാവശ്യം ഉള്ള ഇൻബിൽറ്റ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഈ ഒരു 25,000 രൂപയ്ക്ക് നമുക്ക് ഒരു ഗ്രാഫിക്സ് കാർഡ് കിട്ടത്തില്ല. അഥവാ നിങ്ങൾക്ക് 3,000-4,000 രൂപയുടെ ഗ്രാഫിക്സ് കാർഡ് വെക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാബിനറ്റ് കുറച്ച് കുറഞ്ഞത് വാങ്ങിച്ച് വയ്ക്കുക. ക്യാബിനറ്റിൻ്റെ പ്രൈസ് തന്നെ 2,600 രൂപയോളം ഉണ്ട്. അത് കുറച്ചൊന്നും കുറയ്ക്കുക. പിന്നെ ക്യാബിനറ്റിൻ്റെ പ്രൈസ് കുറയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം നമ്മുടെ ഹാർഡ് ഡിസ്ക് 1 TB മാറ്റി 500 GB ആക്കിയാൽ മതി. ഈ 2 സാധനത്തിൻ്റെ ഇതും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങാനുള്ള പൈസയാവും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ബോർഡിലും മദർ ബോർഡ്, പ്രൊസസ്സർ, SMBS മൂന്നിലും കോംപ്രമൈസ് ചെയ്യരുത്. കാരണം അതാണ് നമ്മുടെ ബേസ്. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് 25,000 രൂപയ്ക്ക് താഴെയുള്ളൊരു PC ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പാർട്സ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എൻ്റെ അടുത്ത് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള PC ബിൽഡ് ചെയ്യാനുള്ള പാർട്സ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം, ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ വേറെ ആരും പറയണമെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കല്ല് മണ്ണ് വരുമെന്നൊന്നും പറഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത്, വെളിയിൽ നിന്ന് വാങ്ങുക. അപ്പോൾ എവിടെയാണോ ലാഭം, ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് നല്ല ലാഭമുണ്ട് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ. PC ബിൽഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെല്ലാം വാങ്ങിച്ച് വെക്കുക. ഇല്ല നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ബിൽഡ് ചെയ്യിപ്പിച്ചാൽ ഈ ഒരു പാർട്സ് വാങ്ങിച്ചു കൊടുത്താൽ മതി. 25,000 രൂപയാകത്തുള്ളൂ ഈ പാർട്സിനെല്ലാം കൂടെ. യെസ്, 25,000 രൂപയാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ ഇടുന്നതാണ് 30,000, 50,000, 20,000 താഴെ ഒരു PCയും കൂടി ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിടിലോ അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.